ഓക്കെ, നമുക്ക് എൻട്രോപ്പി റിലേറ്റഡ് ആയിട്ട് കുറച്ച് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ദ റിയാക്ഷൻ എ ഗീവ്സ് ബി പ്ലസ് സി, കാൽക്കുലേറ്റ് ദി എൻട്രോപ്പി ചേഞ്ച് ഫോർ ദ എബോവ് റിയാക്ഷൻ അറ്റ് 298 Kelvin and 1 atm pressure. Entropies of A, B, C are given. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എൻട്രോപ്പി ഓഫ് എ റിയാക്ഷൻ ഈക്വൽസ് സമ്മേഷൻ എൻട്രോപ്പീസ് ഓഫ് ഫോമേഷൻ, that is this one, of product minus summation entropies of formation of reactant ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റിൻ്റെ സൈഡിൽ ബിയും സിയുമാണ്. ബിയുടെ വാല്യൂ 203 പ്ലസ് സി 152 മൈനസ് 130. ഈ വാല്യൂ എത്ര കിട്ടുക ചെയ്ത് കഴിഞ്ഞാൽ 203 155 അല്ലേ? അപ്പോൾ 355 മൈനസ് 100, അപ്പോൾ 255, അതിന് 30 കുറച്ച് 225, ഐ തിങ്ക് 225 ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് എന്നായിട്ട് വരും. ഓക്കെ, ഇതാണ് ആൻസർ വരിക. ഡയറക്റ്റ് ഇക്വേഷനാണ്, നോ പ്രോബ്ലം. സോ ഞാൻ രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് പോവാണ്. 1 mole of an ideal gas expand isothermally and reversibly at 25 degrees Celsius from a volume of 10 liter to a volume of 20 liter. ഓക്കെ, കുറേ ഡാറ്റകളൊക്കെ തന്നിട്ടുണ്ട് ഓൾറെഡി. എവിടെ നിന്നാണ് എക്സ്പാൻഡ് ചെയ്യണത്, ഏതാ കണ്ടീഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ തന്ന വാല്യൂസ് ഒക്കെ എടുത്ത് എഴുതി കഴിഞ്ഞാലോ, നോക്കിക്കോ. സി 1 mole of an ideal gas, since the gas is 1 mole, I can write n equals 1. Expand isothermally, that is delta T equals 0, delta U equals 0, and reversibly, okay, at 25 degrees Celsius, that is T equals 25 plus 273, it is 298 Kelvin, from a volume of 10 liter to a volume of 20 liter. Okay, ഒരുപാട് ഡാറ്റ തന്നിട്ടുണ്ടല്ലോ. ഇനി നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കിടക്കുകയാണ്. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഓഫ് ദ ഗ്യാസ്? സി, ചേഞ്ച് ഇൻ എൻട്രോപ്പി ഡെൽറ്റ എസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം NCV log T2/T1 പ്ലസ് NR log V2/V1 ആണ്. ഐസോതെർമൽ കണ്ടീഷനിലായതുകൊണ്ട് log T2/T1 ടേം പോയാൽ ബാക്കി അവിടെ ഉണ്ടാവുക NR log V2/V1 എന്നാണ് വരിക. V2/V1 N 1 മോളാണ് അല്ലേ? പിന്നെ ഞാൻ ഈ ലോണിനെ ലോഗിലേക്ക് മാറ്റാൻ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആറിൻ്റെ വാല്യൂ 8.314 ലോഗ് V2 എത്രയാണ് മക്കളെ? 20 ആണ്. 20, സോ 20/10. ഓക്കെ, 2.303 ഇൻറ്റു 8.314ൻ്റെ വാല്യൂ 19.14 ആണ്. നമുക്കതിനെ റൗണ്ട് ചെയ്ത് 20 ആക്കി എടുക്കാം. ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഒരു വാല്യൂ ആണ് കേട്ടോ മക്കൾ. ഇതിൻ്റെ വാല്യൂ 19.14. മാത്തമാറ്റിക്കൽ സിംപ്ലിസിറ്റിക്ക് വേണ്ടി നമുക്കതിനെ 20 ആക്കി എടുക്കാം. ഇൻറ്റു ലോഗ് 20/10 ലോഗ് 2. ലോഗ് 2 എന്ന് പറഞ്ഞാൽ 0.3 അല്ലേ? 0.3 റെഡിയാണോ മക്കളെ? ആണ്. സോ 3 × 2 ദാറ്റ് ഈസ് 6 അല്ലേ? അപ്പോൾ ഇത് ഏകദേശം വരെ ഒരു 5.8 ഒക്കെ എടുത്തു ഞാൻ. ഇതിപ്പോൾ ഇതിൽ വരുന്നത് ഇപ്പോൾ 6 ആണ്. ഇത് ഞാൻ പറഞ്ഞു 19.14 ആയതുകൊണ്ട് കണക്ക് കൂട്ടുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യും. പിന്നെ മനസ്സിലുണ്ടല്ലോ അറൗണ്ട് 5.8 കിലോ ജൂൾ അല്ല, ജൂൾ എൻട്രോപ്പി അല്ല കണ്ടത്, ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. സോ ആൻസർ 1 കിട്ടിക്കഴിഞ്ഞു. രണ്ടാമത്തത്, ഹൗ മച്ച് വർക്ക് ഈസ് ഡൺ ബൈ ദ ഗ്യാസ്? W കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. W എന്താ? W കാണാനുള്ള ഇക്വേഷൻ സി, W ഈക്വൽസ് ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ്സിന് W കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്താ? -2.303 nRT log V2/V1. ചുരുക്കി പറഞ്ഞാൽ ഇതന്നെ ഇവിടെ ഒരു T കൂടിയെന്നേ ഉള്ളൂ അല്ലേ? T. അപ്പോൾ ഈ കിട്ടിയ ഉത്തരത്തിന് ടെമ്പറേച്ചർ മൾട്ടിപ്പിൾ ചെയ്ത ഉത്തരം കിട്ടുമല്ലോ? കിട്ടും. സോ ദ ആൻസർ ക്യാൻ ബി -5.8 ഇൻറ്റു എത്രയാണ് ടെമ്പറേച്ചർ? 298. ഒരു കാര്യം ചെയ്യേ, ഇതിന് 300 ആയി പരിഗണിച്ചാൽ എത്ര ഉണ്ടാവും? 3 × 5.8. The answer will be around 17-20 റേഞ്ചിൽ ഏകദേശം വരും. അത്രയും ജൂൾ
1720 ജൂൾ. വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ആയതുകൊണ്ട് ഞാൻ നെഗറ്റീവ് സൈന് കൊടുത്തു. കുഴപ്പമില്ലല്ലോ. 1720 ജൂളിൻ്റെ അടുത്താണ് അതിൻ്റെ ആൻസർ വരിക. ഓക്കെ. ദെൻ ഇനി നമുക്ക് ചെയ്യാനുള്ളത് വാട്ട് ഈസ് ക്യൂ ഓഫ് സറൗണ്ടിങ്സ്. സി ക്യൂ ഓഫ് സറൗണ്ടിങ്സ് അല്ലേ. ഓക്കെ ഫൈൻ. സി ഇതൊരു ഐസോതെർമൽ പ്രോസസ്സാണല്ലോ. രണ്ടാമത്തെ ആൻസറും ചെയ്തു. ഇനി നമ്മൾ മൂന്നാമത്തെ ആൻസറിലേക്ക് പോവാണ്. മൂന്നാമത്തെ ആൻസർ വാട്ട് ഈസ് ദ ക്യൂ ഓഫ് ദ സറൗണ്ടിങ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ ആകെ മനസ്സിലാക്കേണ്ട കാര്യം ഐസോതെർമൽ പ്രോസസ്സിനെ സംബന്ധിച്ച് നിങ്ങൾ ഓർമ്മയുണ്ടോ? ഡെൽറ്റ യു ഈക്വൽസ് ക്യൂ പ്ലസ് ഡബ്ല്യൂവിൽ ഐസോതെർമൽ ആകുമ്പോൾ ഡെൽറ്റ യു 0 ആണ്. അതിനാൽ ക്യൂ പ്ലസ് ഡബ്ല്യു സമം 0 ആവും. ദെർഫോർ ക്യൂ സമം മൈനസ് ഡബ്ല്യു ആവും, അല്ലെങ്കിൽ ഡബ്ല്യു സമം മൈനസ് ക്യൂ ആവും എന്ന് പഠിച്ചിട്ടില്ലേ? ഓക്കെ. ഇത് ആരുടേതാണിത്? ക്യൂ സിസ്റ്റത്തിൻ്റെയാണ് നമ്മൾ ഈ പറഞ്ഞത്. സിസ്റ്റത്തിൻ്റെ ക്യൂ ആണിത് അല്ലേ. ഓക്കെ. സിസ്റ്റത്തിൻ്റെ ക്യൂ പ്ലസ് ആണെങ്കിൽ സറൗണ്ടിങ്സിൻ്റെ ക്യൂ മൈനസ് ആയിരിക്കും. സിസ്റ്റത്തിൻ്റെ ക്യൂ മൈനസ് ആണെങ്കിൽ സറൗണ്ടിങ്സിൻ്റെ ക്യൂ പ്ലസ് ആയിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് സറൗണ്ടിങ്സിൻ്റെ സിസ്റ്റത്തിൻ്റെ ക്യൂ കിട്ടാൻ ഈ ഡബ്ല്യുവിൻ്റെ ഇവിടെ ഒരു മൈനസ് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ക്യൂ സിസ്റ്റം ഈക്വൽസ് മൈനസ് ഓഫ് മൈനസ്, ദാറ്റ് ഈസ് പ്ലസ് 1720 എറൗണ്ട് വാല്യൂ ആണ്, അത്രയും ജൂളാണ്. അപ്പോൾ ക്യൂ സറൗണ്ടിങ്സ് ആണെങ്കിൽ എന്ത് വരും? മൈനസ് ഓഫ് ദിസ് വാല്യൂ വരും, 1720 ജൂൾ വരും പെർ മോൾ. ഓക്കെ. സോ ദിസ് ഇസ് ദ ആൻസർ. ഏത്? 1720 ജൂൾ. എറൗണ്ട് വാല്യൂ ആണ്. നിങ്ങൾ ഇവിടുത്തെ കാൽക്കുലേഷൻ ശരിക്കും വരുമ്പോൾ എത്ര ഉത്തരം കിട്ടാൻ നോക്കണേ. ഞാനൊരു റഫ് കാൽക്കുലേഷൻ ചെയ്തതാണ്. ഇനി അതിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഓഫ് ദ സറൗണ്ടിങ്സ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ്സ് ആണെങ്കിൽ ഡെൽറ്റ എസ് മാക്സിമത്തിലാണ്, അല്ല സോറി എൻട്രോപ്പി മാക്സിമത്തിലാണെന്നും ഡെൽറ്റ എസ് ടോട്ടൽ 0 ആണെന്നും പറഞ്ഞു തീർക്കുന്നുണ്ടോ? ഇറിവേഴ്സിബിൾ പ്രോസസ്സ് ആണെങ്കിൽ ഡെൽറ്റ എസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. റിവേഴ്സിബിൾ പ്രോസസ്സ് ആണെങ്കിൽ ഡെൽറ്റ എസ് 0 ആയിരിക്കും. ഡെൽറ്റ എസ് 0 ആവണമെങ്കിൽ ഡെൽറ്റ എസ് സിസ്റ്റം പ്ലസ് ഡെൽറ്റ എസ് സറൗണ്ടിങ്സ് ആവണ്ടേ 0 ആകാൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ ഇതിൻ്റെ മൈനസ് ആയിരിക്കും ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നുണ്ടാവുക അല്ലേ. സി സോ ഐ ക്യാൻ റൈറ്റ് ഡെൽറ്റ എസ് സിസ്റ്റം ഈക്വൽസ് മൈനസ് ഓഫ് ഡെൽറ്റ എസ് സറൗണ്ടിങ്സ്. നമ്മൾ ഓൾറെഡി ഡെൽറ്റ എസ് സിസ്റ്റം കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. ഇതിൻ്റെ സറൗണ്ടിങ്സിൻ്റെ വാല്യൂ എന്തായിരിക്കും അപ്പോൾ? സോ ഡെൽറ്റ എസ് സറൗണ്ടിങ്സ് ഈക്വൽസ് മൈനസ് ഓഫ് ഡെൽറ്റ എസ് സിസ്റ്റം, ദാറ്റ് ഈസ് എവിടെ വാല്യൂ? ഇത് 5.8 ജൂൾ കെൽവിൻ. സോ ഐ ക്യാൻ റൈറ്റ് മൈനസ് 5.8 ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. ഓക്കെ, കിട്ടിയില്ലേ? ഇത്രേ ഉള്ളൂ. ഇനി അതിലെന്താ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഓഫ് ദ സിസ്റ്റം പ്ലസ് സറൗണ്ടിങ്സ്. സിസ്റ്റം പ്ലസ് സറൗണ്ടിങ്സ് എന്ന് പറയുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ 4 അല്ലേ? 4 5. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഏതാ? ഇത് 4. അപ്പം ഇനി ചെയ്യാനുള്ളത് 5 അല്ലേ? 5. സിസ്റ്റം പ്ലസ് സറൗണ്ടിങ്സ് എന്ന് പറയുന്നത് ഡെൽറ്റ എസ് ടോട്ടലാണ്, അഥവാ യൂണിവേഴ്സാണ്. ഡെൽറ്റ എസ് സിസ്റ്റം പ്ലസ് സറൗണ്ടിങ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം ഡെൽറ്റ എസ് സിസ്റ്റം എന്ന് പറയുന്നത് ഡെൽറ്റ എസ് സറൗണ്ടിങ്സിൻ്റെ ഓപ്പോസിറ്റ് വാല്യൂ ആണ്. അതല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് റിവേഴ്സിബിൾ പ്രോസസ്സിന് ഡെൽറ്റ എസ് ടോട്ടൽ 0 ആയിരിക്കും. റൈറ്റ്? യെസ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1 mole of an ideal gas at 25 degrees Celsius is subjected to expand reversibly 10 times of its initial volume. Calculate the change in entropy of expansion. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ടല്ലേ തോന്നുന്നത് നിങ്ങൾക്ക്? നോക്കിക്കോ. 1 mole of an ideal gas. So N equals 1 mole. ഐസോതെർമൽ ആണ്, കാരണം 25 ഡിഗ്രി സെൽഷ്യസ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 298 കെൽവിൻ. റിവേഴ്സിബിൾ പ്രോസസ്സാണ്. ഇനീഷ്യൽ വോളിയം വി ആയിരുന്നു, ഫൈനൽ വോളിയം അതിൻ്റെ 10 ടൈംസ് ആയതുകൊണ്ട് ഞാൻ 10 വി എഴുതി. കാൽക്കുലേറ്റ് ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഓഫ് ദിസ് പ്രോസസ്. ദാറ്റ് ഈസ് ഡെൽറ്റ എസ് ഈക്വൽസ് എന്ത്? ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ ഡെൽറ്റ എസ് കാണാൻ NCV log d2/t1 പ്ലസ് NR log v2/v1. T2/t1 ടേം ഇവിടെ പോയി. ബാക്കി നമുക്കുള്ളത് NR, ദാറ്റ് ഈസ് 2.303 NR log v2/v1. പറഞ്ഞോ? 2.303 into 1 into R, that is 19.14 into log
10 V by V, that is log 10 equals 1. Log 10 equals 1. So the answer is 19.14. Athrin joule Kelvin inverse mole inverse. Alle? Yes. Ini അടുത്തത്. A sample of 100 gram water is slowly heated from 27 degrees Celsius to 87 degrees Celsius. Calculate the change in entropy during heating. Specific heat of water is 4200 joule per kilogram Kelvin. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അഗെയിൻ കാൽക്കുലേറ്റ് ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി ആണ്. ഇവിടെ നമുക്ക് വേരിയബിൾ ആയിട്ട് ടെമ്പറേച്ചർ മാത്രമേ തന്നിട്ടുള്ളൂ. സോ ഐ ക്യാൻ റൈറ്റ് NCV log T2 by T1 അല്ലേ? NCV log T2 by T1 ആണ് കാണേണ്ടത്. നമുക്ക് തന്നിട്ടുള്ള വാല്യൂസിനൊന്ന് പരിചയപ്പെട്ടാലോ? തന്നിട്ടുള്ളത് T1 തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 27 ഡിഗ്രി സെൽഷ്യസ് 300 കെൽവിൻ ആണ്. T2 തന്നിട്ടുണ്ട് 87 ഡിഗ്രി സെൽഷ്യസ്, ദാറ്റ് വിൽ ബി അറൗണ്ട് 360 കെൽവിൻ. ദെൻ മാസ് തന്നിട്ടുണ്ട്. എന്തിനാ മാസ് നോക്കാം. 100 ഗ്രാം ആണ്, പക്ഷേ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കിലോഗ്രാമിലായതുകൊണ്ട് ഞാൻ ഇൻറ്റു 10⁻³ ഇട്ടിട്ട് അത്രയും കിലോഗ്രാം എന്ന് എഴുതട്ടെ. ദാറ്റ് ഈസ് 100 ഇൻറ്റു 10⁻³ കിലോഗ്രാം. പിന്നെ കഴിഞ്ഞല്ലോ, ഫൈൻ. ഇനി കണ്ടോളൂ, എന്താ ഡെൽറ്റ എസ് കാണാനുള്ള ഇക്വേഷൻ? 2.303 എൻ സി വിക്ക് പകരം എം സി വി ഏതാ? എം സി ഏതാ? എം സി എന്താ? ഈ സി ഇത് സ്പെസിഫിക് ഹീറ്റ്, ഇതോ മാസ് ഓഫ് സബ്സ്റ്റൻസ്. അപ്പോൾ എം സി എന്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ടോട്ടൽ ഹീറ്റ് കപ്പാസിറ്റി കിട്ടുമല്ലോ, നമ്മൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതാണ്. ഇൻറ്റു ലോഗ് ഓഫ് 360/300. ഇതൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് 2.303 ഇൻറ്റു 100 ഇൻറ്റു 10⁻³ ഇൻറ്റു 4200 ഇൻറ്റു ലോഗ് 36/30 അല്ലേ? ഒരു കാര്യം ചെയ്തോ, ഈ -3 ഇവിടുത്തെ 2 0 പോട്ടെ, എന്നിട്ട് ഇവിടുത്തെ ഒരു 0 പോട്ടെ. അപ്പോൾ ഈ -3 ആ 0 റെഡിയായി. ബാക്കി അവിടെ വന്നിട്ടുള്ള വാല്യൂസ് വായിച്ച് സഹായിക്കാമോ? പറഞ്ഞോ. 2.303 ഇൻറ്റു 420 ഇൻറ്റു ലോഗ് 36 മൈനസ് ലോഗ് 30. എന്താ സാർ അങ്ങനെ? എടാ, ലോഗ് എ ബൈ ബി ഈക്വൽസ് ലോഗ് എ മൈനസ് ബി എന്നും ലോഗ് എ ഇൻറ്റു ബി ഈക്വൽസ് ലോഗ് എ പ്ലസ് ബി എന്നൊക്കെ ചെറിയ ക്ലാസ് പഠിച്ചതല്ലേ, അല്ലാതെ ചെറുതല്ല എന്നാലും അല്ലേ? യെസ്. ഇനി ഞാൻ ഇത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഈ ലോഗരിതമിക് ഓപ്പറേഷനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ വിചാരിച്ചിട്ട് ഇതുവരെ നടന്നിട്ടില്ല. ഞാനൊരു ഹിൻഡ് തരാം നിങ്ങൾക്ക്. വളരെ സിമ്പിളായിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യമാണ് ലോഗരിതമിക് ഓപ്പറേഷൻ. നമുക്ക് ഒരുപാട് ഭാഗത്ത് വരുന്നുണ്ട്. കെമിസ്ട്രിയിൽ തന്നെ ഒരുപാട് ഭാഗത്ത് വരുന്നുണ്ട്. അതിന് പുറമെ ഫിസിക്സിലും നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനമാണ് ലോഗ് എന്നുള്ളത് എല്ലാവർക്കും ഉറപ്പാണ്. ലോഗ് എന്ന് പറയുന്നത് 10ന്റെ പവറിലുള്ള കളിയാണെന്ന് അറിയാലോ. അപ്പോൾ ഞാൻ വിശദീകരിച്ച വീഡിയോ വേറെ തരാം. ഇപ്പോൾ നിങ്ങൾ അത്യാവശ്യം വേണ്ട നോളജാണ്. ലോഗ് 1 = 0 to ഒന്ന്. ഇതാണ് 10 വരെയുള്ള സംഖ്യയുടെ ലോഗ്. ഇത് മാത്രം നിങ്ങൾ കാണാൻ പഠിച്ചാൽ മതി. ഇത് വെച്ചിട്ട് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. അത് എങ്ങനെയെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. ഇവിടെ നിങ്ങൾ കാണാൻ പഠിക്കേണ്ടത് ഈ 2 സെറ്റും അങ്ങനെ നിൽക്കട്ടെ, 0 0.3. പിന്നീടുള്ള നോക്ക് 0.5 0.6 0.7 0.8 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സെറ്റ് മാറി 0.8 0.85 0.9 9.5 10 10.5 കണ്ട 8 8.5 9 9.5 അങ്ങനെ പോകുന്ന ട്രെൻഡാണ്. അപ്പോൾ ഓർക്കാൻ ഏത് പൊട്ടനും പറ്റും. 0.3 കഴിഞ്ഞ് ആദ്യം 0, ദെൻ 0.3, ദെൻ 0.5 0.6 0.7 8 8.5 9 9.5 1 കണ്ട, ഇതാണ് വാല്യൂ. ഇനി 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 നോക്കിക്കോ, വേറൊരു കാര്യം കൂടെ ഞാൻ ഇവിടത്തേക്ക് വേണ്ടി പറയട്ടെ. ലോഗ് ജസ്റ്റ് ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയട്ടെ. ഇതിൻ്റെ ഒരു കാര്യം, ലോഗ് 3 ഇത് ഈ വാല്യൂ നിങ്ങൾ കാണാൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നീട് കുറച്ചും കൂടി ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്
ലോഗ് 0.5 എന്ന് പറഞ്ഞാൽ 0.477 ആണ്. 0.7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.8 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ആക്ച്വലി 0.8, ഇറ്റ് ഈസ് 0.77. ഈ വാല്യൂ നിങ്ങളെ മനസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഈ 2 കറക്ഷൻ ഓർക്കാൻ എളുപ്പമാണ്. ഈ വാല്യൂ ഇങ്ങനെ കൊടുത്തിട്ട് കുഴപ്പമില്ല, ഇത് കൊടുത്താലും മതി. പക്ഷേ 10ൻ്റെ പവറിലുള്ള കളി ആയതുകൊണ്ട് ചെറിയ വേരിയേഷൻ തന്നെ വലിയ ചേഞ്ച് വരുത്തും. ലൈക്ക് ഫോർ എക്സാമ്പിൾ 10⁴ എത്ര മക്കളെ? 10,000. ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് 10⁴ ഉള്ളത് 5 ആക്കി നോക്ക്. 10⁵ എത്രയാ? 1,00,000. വ്യത്യാസം മനസ്സിലാവേണ്ടത് നിങ്ങൾക്ക്. 10ൻ്റെ പവറിൽ ചെറിയ കളി കളിച്ചാൽ തന്നെ ഭയങ്കര ചേഞ്ചാണ് വരിക. അതുകൊണ്ട് ഈ 0.5ഉം 0.47 നല്ല വ്യത്യാസമുണ്ട്. ലോഗരിതമിക് ഓപ്പറേഷൻ ബേസ് 10 ആയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ആ വീഡിയോയിൽ പറയാം ലോഗുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ നിൽക്കട്ടെ. സോ ഈ വാല്യൂസ് നിങ്ങൾ കാണാതെ പഠിക്കുക. ഇനി ഒരൊറ്റ നോളജ് ഇവിടത്തേക്ക് വേണ്ടി പറയാനുള്ളത്, ലോഗ് 2 എന്ന് പറയുന്നത് 0.3 ആണല്ലോ. എങ്കിൽ ലോഗ് ഒരു പോയിന്റ് ഇവിടുന്ന് അപ്പുറത്തേക്ക് മാറ്റിയിട്ട് 20 = 1.3 ആകും. ലോഗ് ഒരു സ്ഥാനം കൂടി മാറ്റിയിട്ടാൽ 2.3 ആകും. ഒരു സ്ഥാനം കൂടി മാറ്റിയിട്ടാൽ 3.3 ആകും. അങ്ങനെയാണ് ഇതിൻ്റെ വേരിയേഷൻ വരിക കേട്ടോ. ഇനി കം ബാക്ക് ടു ദിസ് പോയിന്റ്. നൗ വി വാണ്ട് ടു ഫൈൻഡ് ദ ലോഗ് ഓഫ് 36 ആൻഡ് ലോഗ് 30. ലോഗ് 3 എത്ര മക്കളെ? 0.5. സോ ലോഗ് 30 എത്രയായിരിക്കും? 1.5. സോ ഞാൻ അവിടെ 1.5 കൊടുത്തു. ലോഗ് 30 1.5 ആണ്. ലോഗ് 40 1.6 ആണ്. എങ്കിൽ അതിൻ്റെ അടിയിലുള്ളൊരു വാല്യൂ ആവില്ലേ ലോഗ് 36? ദാറ്റ് വിൽ ബി അറൗണ്ട് 1.55 ഒക്കെ ഉണ്ടാവും. ലോഗ് 36 വിൽ ബി അറൗണ്ട് 1.55 അല്ലെങ്കിൽ 1.54 റേഞ്ചിലാണ് ഉണ്ടാവുക. ഓക്കെ ഫൈൻ. ഇനി നോക്കിക്കോ, ബാക്കി നമ്മൾ ചെയ്യാൻ പോവാണ്. 2.303 × 420 × ഈ വാല്യൂ, ദാറ്റ് ഈസ് 2.303 × 420 × ഇതിപ്പോൾ 0.05 ആയിരിക്കും കിട്ടുക. 0.05 or 0.6 റേഞ്ചിലുണ്ടാവും. എനിവേ ബൈ സോൾവിങ് ദിസ് യു വിൽ ഗെറ്റ് 76.5. അത്രയും ഇതെന്താ കണ്ടത് നമ്മൾ? ഡെൽറ്റ എസ്. അത്രയും ജൂൾ, കെൽവിൻ ഇൻവേഴ്സ്, മോൾ ഇൻവേഴ്സ്. കിട്ടിയോ? സിമ്പിൾ അല്ലേ? ഇത് കാൽക്കുലേഷനിലേക്ക് പോയപ്പോൾ വലിയ സംഭവമായി തോന്നിയതാണ്. ഒന്നുമില്ല, ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാൻ കിട്ടും. മക്കളെ ഞാൻ വീണ്ടും പറയാണ്, പ്രോബ്ലംസ് ചെയ്ത് സെറ്റ് ആവണം. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രോബ്ലംസ്. വലിയ സംഭവമൊന്നുമില്ല, വളരെ സിമ്പിൾ പ്രോബ്ലംസാണ്. നിങ്ങൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ഭാഗം ഏതാണ് ടഫ്, ഏതാണ് എളുപ്പം എന്നുള്ളതൊക്കെ. റൈറ്റ്? യെസ്. നെക്സ്റ്റ് നമുക്ക് ഇനി അടുത്ത് പഠിക്കാനുള്ളത് സെക്കൻഡ് ലോയിലേക്ക് എത്തുകയാണ് നമ്മൾ. We have delta S equals, that is delta S total. Delta S total equals delta S system plus delta S surroundings. അല്ലേ? എന്ന് പറയുന്നത് എന്താണ് സാധനം? ഡെൽറ്റ എസ് യൂണിവേഴ്സ് ആണ്. ബിക്കോസ് ഡെൽറ്റ എസ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എസ് യൂണിവേഴ്സിലാണ്. ഒരു പ്രോസസ് സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുകയാണെങ്കിൽ ദ ടോട്ടൽ എൻട്രോപ്പി വിൽ ബി ഗ്രേറ്റർ ദാൻ 0. That is delta S universe will always be greater than 0 for a spontaneous process. അതല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഓരോ സ്പോണ്ടേനിയസ് പ്രോസസ്സ് നടക്കുമ്പോഴും യൂണിവേഴ്സിൻ്റെ എൻട്രോപ്പി കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഞാൻ ഇതിൻ്റെ വേറൊരു ആസ്പെക്റ്റിൽ പറയുന്നു നോക്കിക്കോളൂ കേട്ടോ. ഒരു സിസ്റ്റം സ്പോണ്ടേനിയസ് ആയിട്ടൊരു പ്രോസസ്സ് തരണമെങ്കിൽ അവിടെ 2 കണ്ടീഷനാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഒന്നെന്താണ്? അതിൻ്റെ എനർജി കുറയുക. മറ്റെന്താണ്? അതിൻ്റെ എൻട്രോപ്പി കൂടുക. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ സാധ്യമായ വ്യത്യസ്ത പ്രോസസ്സുകൾ ഞാൻ കാണിക്കുന്നു നോക്കിക്കോളൂ. ഇത് 2ഉം കുറഞ്ഞു, ഇത് 2ഉം കൂടി, ഇനി ഇത് കൂടി, ഇത് കുറഞ്ഞു. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പ്രോസസ്സിലേക്ക് ഓരോന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എനർജി കുറയുക എന്നുള്ളത് ഫേവറബിൾ ആണ്. സോ ഈ 2 കണ്ടീഷനും നമുക്ക് കണ്ണു ഞെമ്പി പറയാം ഇത് നടക്കും. ഏതെങ്കിലും ഒരു കണ്ടീഷൻ നിർബന്ധമായി നടക്കും, കാരണം നമുക്ക് ഫേവറബിൾ കണ്ടീഷൻ ഉണ്ട് അല്ലേ. ഇനി ഇത് 2ഉം കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അത് നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യാം, നമുക്ക് സമയം പറയാനായിട്ടില്ല. നോക്കോ, ഇനി എൻട്രോപ്പി കൂടിക്കഴിഞ്ഞാലും പ്രോസസ്സ് നടക്കും. അപ്പോൾ ഇതിൽ എൻട്രോപ്പി കൂടിയിട്ടുണ്ട്. സോ ആ പ്രോസസ്സ് എന്തായാലും നടക്കും, എപ്പോഴും നടന്നോളന്നില്ല, അത് കണ്ടീഷൻ ഞാൻ പറയാം. അതേ സ്ഥാനത്ത് ഈ പ്രോസസ്സ് നമുക്ക് എന്തായാലും നടക്കുമെന്ന് പറയാൻ പറ്റും അല്ലേ.
ഇനി നോക്കിയത് നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് പോയോ, ഇതിൽ രണ്ടാളും ഓക്കെയാണ്, എപ്പോഴും സ്പോണ്ടേനിയസ് ആണ്. ഇതിൽ ഒരാളെ ഓക്കെ ഉള്ളൂ, ചില സമയത്ത് സ്പോണ്ടേനിയസ് ആവും, ചില സമയത്ത് സ്പോണ്ടേനിയസ് അല്ല. ഇതിൽ നോക്ക് ഒരാൾ ഓക്കെയാണ്, ചില സമയത്ത് സ്പോണ്ടേനിയസ് ആവും, ചില സമയത്ത് സ്പോണ്ടേനിയസ് അല്ല. എന്നാൽ ഇതിൽ നോക്ക് രണ്ടാൾക്കും പറ്റില്ല. സോ ഇറ്റ് വിൽ നെവർ സ്പോണ്ടേനിയസ്, റൈറ്റ്? ഓക്കെ, അതിൻ്റെ ഇടയിൽ അത് ജസ്റ്റ് ആ എനർജി ചേഞ്ച് സൂചിപ്പിച്ചതേ ഉള്ളൂ, കുഴപ്പമില്ല. ഇങ്ങോട്ട് വാ. സി, ഒരു സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുന്നത്, എനർജി കുറയാനും എൻട്രോപ്പി കൂടാനുമാണ് സാധ്യത. ഓക്കെ, ഇനി ഞാൻ ഒരു പ്രോസസ്സ് യൂണിവേഴ്സിനെ പരിഗണിച്ച് നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സിൻ്റെ എനർജി കൂടുകയോ കുറയുകയോ ചെയ്യുമോ? ഇല്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിപ്പിച്ചത് അതാണ്. ടോട്ടൽ എനർജി ഓഫ് ദി യൂണിവേഴ്സ് ഈസ് കോൺസ്റ്റൻറ്റ്. സോ ഈ സംഭവം ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. ദാറ്റ് ഈസ് എനർജി ഓഫ് ദി യൂണിവേഴ്സ് കുറയാനും പോകുന്നില്ല, കൂടാനും പോകുന്നില്ല. സോ ദർ ഈസ് നോ ഡിസ്കഷൻ അബൌട്ട് ദിസ്. ഇതിനെപ്പറ്റി മിണ്ടാനേ പാടില്ല. then what would I say? ദാറ്റ് ഈസ് എൻട്രോപ്പി ചേഞ്ച് മാത്രമേ ഇനി സ്പോണ്ടേനിറ്റിയെ തീരുമാനിക്കാനുള്ളൂ. സ്പോണ്ടേനിറ്റിയെ പറ്റി തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നില്ലേ, എനർജി കുറയാനും എൻട്രോപ്പി കൂടാനുള്ള ടെൻഡൻസിയാണെന്ന്. അതിൽ എനർജി കുറയുക എന്നുള്ള കേസ് വരുന്നില്ല എവിടെ, യൂണിവേഴ്സിനെ പറ്റി പറയുമ്പോൾ. കാരണം യൂണിവേഴ്സിൻ്റെ എനർജി കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ അവിടെ എന്ത് മാത്രമേ ഉള്ളൂ, എൻട്രോപ്പി എന്ന ടേം മാത്രമേ പരിഗണിക്കാൻ പറ്റുള്ളൂ. സോ ഒരു പ്രോസസ് സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ നിർബന്ധമായിട്ടും എൻട്രോപ്പി കൂടിയിരിക്കണം. എനർജി കുറയുന്ന കേസ് ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞല്ലോ, ഈ കണ്ടീഷനൊക്കെ വരുമ്പോൾ, നേരത്തെ പറഞ്ഞ കണ്ടീഷനൊക്കെ വരുമ്പോഴൊക്കെ സ്പോണ്ടേനിയസ് ആവാം. പക്ഷേ ടോട്ടൽ യൂണിവേഴ്സ് എടുത്താൽ, അല്ലെങ്കിൽ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം എടുത്താൽ, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം എടുത്താലും മതി, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം എടുത്താൽ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സിൻ്റെ എൻട്രോപ്പി നിർബന്ധമായിട്ടും കൂടിയിരിക്കണം, അത് സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ. സോ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒന്നുകൂടെ പറയട്ടെ, ആകെ കൺഫ്യൂഷൻ ആയോ? ഇല്ലല്ലോ. സ്പോണ്ടേനിയസ് പ്രോസസ്സ് നടക്കുമ്പോൾ എൻട്രോപ്പി ഓഫ് ദി യൂണിവേഴ്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് ദിസ് ഈസ് ദ second law of thermodynamics. It states that entropy of the universe increases in the course of every spontaneous process. Also, all naturally occurring processes are irreversible. എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരു രീതിയിലുള്ള പറച്ചിലാണ് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തെർമോഡൈനാമിക് പ്രോപ്പർട്ടിയാണ് ഗിബ്സ് എനർജി അല്ലെങ്കിൽ ഫ്രീ എനർജി. സി, ഗിബ്സ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഒരു സിസ്റ്റത്തിൻ്റെ കയ്യിൽ രണ്ട് ടൈപ്പ് എനർജി ഉണ്ട്. ഒരു ടൈപ്പ് എനർജി നമുക്ക് എന്ത് ചെയ്യാണ്, യൂസ്ഫുൾ വർക്കിന് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. മറ്റൊരു ടൈപ്പ് എനർജി യൂസ്ഫുൾ വർക്കിന്, ദാറ്റ് ഈസ് എക്സ്റ്റേണൽ പ്രോസസ്സിന് ഉപയോഗപ്പെടുത്താൻ പറ്റും. ആ എനർജിയുടെ പേരാണ്, ദാറ്റ് ഈസ് യൂസ്ഫുൾ വർക്കിന് പറ്റുന്ന എനർജിയുടെ പേരാണ് ഗിബ്സ് എനർജി അല്ലെങ്കിൽ ഗിബ്സ് ഫ്രീ എനർജി. ഇറ്റ് ഈസ് ദ maximum amount of energy available to the system that can be converted into useful work. This energy G is a state function and an extensive property. Mathematically, Gibbs energy G equals H minus Ts എന്ന് പറയാം. ഒരു സിസ്റ്റത്തിൽ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലും കോൺസ്റ്റൻറ്റ് പ്രഷറിലും ഒരു പ്രോസസ്സ് നടക്കുകയാണെങ്കിൽ അവിടെയുള്ള ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി ഡെൽറ്റ G ഈക്വൽസ് ഡെൽറ്റ H മൈനസ് T ഡെൽറ്റ S എന്ന് പറയാം. നോക്കിക്കോ, വി ഹാവ് G equals H minus Ts. Okay, then delta G equals delta H minus delta Ts ആണ്. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലായതുകൊണ്ടും നമുക്ക് ഈ T ഡെൽറ്റ T എന്നുള്ള ടേം വെട്ടിപ്പോകുമ്പോൾ അവിടെ T ഡെൽറ്റ S എന്ന ടേം മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ. സോ ദിസ് വിൽ ബി ദ ഇക്വേഷൻ that is very useful for your further study and very important equation even in chemistry called Gibbs equation or Gibbs-Helmholtz equation അല്ലെങ്കിൽ Gibbs free energy equation. എന്താണ്? ഡെൽറ്റ G ഈക്വൽസ് ഡെൽറ്റ H മൈനസ് T ഡെൽറ്റ S. ഒന്ന് പറഞ്ഞു നോക്ക്, ഡെൽറ്റ G ഈക്വൽസ് ഡെൽറ്റ H മൈനസ് T ഡെൽറ്റ S. ഒന്നുകൂടെ പറഞ്ഞു നോക്ക്, ഡെൽറ്റ G ഈക്വൽസ് ഡെൽറ്റ H മൈനസ് T ഡെൽറ്റ S. കിട്ടിയല്ലോ. ഇനി നമ്മൾ ഇത് ഉപയോഗപ്പെടുത്തിയിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോവാണ് കേട്ടോ. സി, ഞാൻ ഈ ഗിബ്സ് എനർജി യൂസ്ഫുൾ വർക്കാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഡിറൈവ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ബോർഡ് എക്സാമിന് നമുക്കത് ആവശ്യമില്ല, എന്നാലും നമുക്കത് അറിഞ്ഞിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എഫക്റ്റിന് വേണ്ടിയിട്ടാണ്. സി, വി ഹാവ് ഡെൽറ്റ G ഈക്വൽസ് ഡെൽറ്റ H മൈനസ് T ഡെൽറ്റ S. റെഡിയാണല്ലോ? ശരി. ഇനി നമുക്കറിയാം
ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ഞാൻ കുറച്ച് അറിയാവുന്ന ഡാറ്റ കൊണ്ടെടുത്ത് എഴുതാണ്. ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണ്. അഗെയിൻ ഡെൽറ്റ എസ് എന്ന് പറയുന്നത് ക്യൂ റിവേഴ്സിബിൾ ബൈ ടി ആണ്. ഈ ഇൻഫർമേഷൻസ് ഒക്കെ മനസ്സ് കരുതിക്കോളും. ഓക്കെ, ഇനി അഗെയിൻ ഡെൽറ്റ യു എന്ന് പറയുന്നത് ക്യൂ പ്ലസ് വർക്കാണ്. ക്യൂ പ്ലസ് വർക്ക്. ഓക്കെ, ഒരു സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ രണ്ട് രീതിയിലുള്ള വർക്ക് ഉണ്ടാകും. ഒന്ന് പി വി വർക്ക്, ദാറ്റ് ഈസ് പ്രഷർ വോളിയം വർക്ക്. മറ്റൊന്ന് നോൺ പി വി വർക്ക്. രണ്ട് വർക്ക് ഉണ്ടാവും കേട്ടോ. സോ നമ്മൾ ശരിക്കും ഈ വർക്ക് എന്ന് പറയുമ്പോൾ ഈ രണ്ട് വർക്കും കൂടാണ് പരിഗണിക്കേണ്ടത്. ഇനി ഇങ്ങോട്ട് വായോ. ഡെൽറ്റ ജി ഈക്വൽസ് ഡെൽറ്റ എച്ചിൻ്റെ സ്ഥാനത്ത് ഞാൻ ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി കൊടുത്ത കുഴപ്പമുണ്ടോ? ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി മൈനസ് ടി ഡെൽറ്റ എസ് എന്ന് എഴുതിക്കൂടെ? ഓക്കെ, അഗെയിൻ ഡെൽറ്റ ജി ഈക്വൽസ് എന്താ? ഡെൽറ്റ യു ക്യൂ പ്ലസ് വർക്ക് പ്ലസ് പി ഡെൽറ്റ വി മൈനസ് ടി ഡെൽറ്റ എസ് എന്ന് എഴുതാം. റെഡി അല്ലേ? ഇനി നോക്കിക്കോ. ഡെൽറ്റ ജി ഈക്വൽസ് ക്യൂ പ്ലസ് വർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താ? മൈനസ് പി ഡെൽറ്റ വി. സോ ഞാനൊരു കാര്യം ചെയ്യട്ടെ, മൈനസ് പി ഡെൽറ്റ വി പ്ലസ് അവിടെ ഇതിപ്പോൾ റിവേഴ്സിബിൾ വർക്കാണ് കണ്ടത്. ഞാൻ പറഞ്ഞു സോറി റിവേഴ്സിബിൾ വർക്കല്ല, പി വി വർക്കാണ് കണ്ടത്. അവിടെ നോൺ പി വി വർക്ക് ഉണ്ടല്ലോ. ആ നോൺ പി വി വർക്കിന് ഞാൻ ഡബ്ല്യു നോൺ പി വി എന്ന് എഴുതി. എന്താ ഞാൻ ഇപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഡബ്ല്യു പി വി പ്ലസ് ഡബ്ല്യു നോൺ പി വി പ്ലസ് പി ഡെൽറ്റ വി മൈനസ് ടി ഡെൽറ്റ എസ് എന്ന് എഴുതാം. റെഡി അല്ലേ മക്കളെ? യെസ്. ഇനി നോക്കിക്കോ, ഇതിനെ ക്യൂ മൈനസ് പി ഡെൽറ്റ വി പ്ലസ് ഡബ്ല്യു നോൺ പി വി പ്ലസ് പി ഡെൽറ്റ വി മൈനസ് ടി ഡെൽറ്റ എസ് എന്ന് എഴുതാം. റെഡിയാണല്ലോ ഇത്രയും കാര്യങ്ങൾ? ഈ പി ഡെൽറ്റ വിയും പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ക്യൂ മൈനസ് ഡബ്ല്യു നോൺ പി വി മൈനസ് ടി ഡെൽറ്റ എസ് അല്ലെ? ടി ഡെൽറ്റ എസ്. ഇനി നോക്ക്, ഡെൽറ്റ എസ് ഈക്വൽസ് ക്യൂ ബൈ ടി, ദർഫോർ ടി ഡെൽറ്റ എസ് ഈക്വൽസ് ക്യൂ ആണ്. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? ഈ ടേമും ക്യൂ ആണ്. സോ ക്യൂ മൈനസ് ഡബ്ല്യു നോൺ പി വി വർക്ക്. So what is the conclusion that we have achieved? Delta G equals minus W non PV or delta G equals minus useful work. This is the statement of delta G. So എന്താണ് ഇതിൻ്റെ പേര്? എന്താണ് ഗിബ്സ് എനർജി ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the useful work that can be done by a system. Okay, so it is the energy of a system that can be used to do work. Adana Gibbs energy. So change in Gibbs energy is the W useful by the system allengil on the system. Delta G negative ennu parnu kayal Gibbs energy koraya of the system. Delta G positive ennu parnu kayal systeminte Gibbs energy കൂടുക. ഇനി നമ്മൾ നേരത്തെ പഠിച്ച എല്ലാ ഇക്വേഷൻസും ഇവിടെ applicable ആണ്. That is delta G of reaction equals delta G of formation of product minus delta G of formation of reactant. ഇതൊക്കെ സമ്മേഷൻ ആണ് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട്, അതൊക്കെ പരിഗണിക്കണം. അതേപോലെ ഡെൽറ്റ ജി ഓഫ് ഫോർമേഷൻ ഓഫ് എലമെൻറ്റ് ഈസ് ടേക്കൺ ആസ് 0. എൻട്രോപ്പിക്ക് അത് പറ്റില്ല നമ്മൾ പറഞ്ഞിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഇവിടെയും ബാധകമാണ്. ഓക്കെ അല്ലേ മക്കളെ? വെരി ഗുഡ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഗിബ്സ് എനർജി എന്നുള്ള നമ്മളിപ്പോൾ കണ്ടെത്തിയ വാല്യൂ വളരെ സിഗ്നിഫിക്കൻസ് ഉണ്ട് സ്പോണ്ടേനിറ്റിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ. നമ്മൾ നേരത്തെ സിസ്റ്റത്തിന് എനർജി കുറയാനും എൻട്രോപ്പി കൂടാനുമുള്ള ടെൻഡൻസിയുടെ ഭാഗമായിട്ടാണ് ഒരു പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആവുക എന്ന് പറഞ്ഞിരുന്നു.
അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് രണ്ടിൻ്റെയും ടെൻഡൻസി എപ്പോഴാണ് ആവുക എപ്പോഴാണ് ആവാത്തത് എന്നുള്ളത് ഒന്നും കൂടി മാത്തമാറ്റിക്കലി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമല്ലേ? അത് ഗിബ്സ് എനർജിയിലൂടെ ചെയ്യാൻ പറ്റും. സി വി ഹാവ് ഓൾറെഡി ലേൺ ദാറ്റ് ഡെൽറ്റ ജി ഈക്വൽസ് ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഈ കേസിൽ ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആകാം, ഡെൽറ്റ ജിയുടെ വാല്യൂ പോസിറ്റീവ് ആവാം, ഡെൽറ്റ ജിയുടെ വാല്യൂ 0 ആകാം. ഈ 3 കേസാണല്ലോ ഉള്ളത്. ഇനി ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആകണമെങ്കിൽ സിസ്റ്റത്തിൻ്റെ കയ്യിലുള്ള ഗിബ്സ് എനർജി കുറഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എനർജി കുറയാനുള്ള ടെൻഡൻസി ഉണ്ടെന്ന്. എനർജി കുറയാനുള്ള ടെൻഡൻസി തന്നെയാണ് സ്പോണ്ടേനിറ്റി കാരണം. പക്ഷേ എൻതാൽപ്പി എന്ന എനർജി അല്ല, ഗിബ്സ് എനർജി എന്ന യൂസ്ഫുൾ വർക്കിന് ചെയ്യാൻ പറ്റുന്ന ആ ഫോം ഓഫ് എനർജി. ദാറ്റ് ഈസ് ഒരു സിസ്റ്റം സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ അതിൻ്റെ ഗിബ്സ് എനർജി കുറഞ്ഞിരിക്കണം. സോ ഫോർ എ റിയാക്ഷൻ ടു ബി സ്പോണ്ടേനിയസ് ഡെൽറ്റ ജി മസ്റ്റ് ബി നെഗറ്റീവ്. സോ ദ കൺക്ലൂഷൻ ഈസ് ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ ആ പ്രോസസ്സ് എന്തായിരിക്കും? എപ്പോഴും സ്പോണ്ടേനിയസ് ആകും, ഏത് ടെമ്പറേച്ചറിലും സ്പോണ്ടേനിയസ് ആകും. ഇനി ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ ഒരിക്കലും സ്പോണ്ടേനിയസ് ആവില്ല, നോൺ സ്പോണ്ടേനിയസ്. ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ കണ്ടീഷൻ നിങ്ങൾ മെറ്റലർജിയിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ടുള്ള ആ റിയാക്ഷൻ ഒരിക്കലും സ്പോണ്ടേനിയസ് ആവില്ല. നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആക്കാൻ കപ്പിളിംഗ് റിയാക്ഷൻ ചെയ്താൽ മതി എന്നുള്ളത് നിങ്ങൾ മെറ്റലർജി പഠിച്ചതാണല്ലോ. ഫൈൻ. സോ ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ ആ പെർട്ടിക്കുലർ റിയാക്ഷൻ ഒരിക്കലും സ്പോണ്ടേനിയസ് ആവില്ല, പക്ഷേ അതിൻ്റെ റിവേഴ്സ് റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിരിക്കും. കാരണം അക്കോർഡിംഗ് ടു ലാപ്ലേസ് റൂൾ ഫോർവേഡ് റിയാക്ഷൻ പോസിറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ്റെ ബാക്ക്വേർഡ് എന്തായിരിക്കും? വാല്യൂ ഡെൽറ്റ എച്ച് ആണെങ്കിലും ഡെൽറ്റ ജി ആണെങ്കിലും ഡെൽറ്റ എസ് ഒക്കെ ആണെങ്കിലും ഒക്കെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈനിലാണ് വരിക. ഓക്കെ, ഡെൽറ്റ ജി 0 ആണെന്ന് പറഞ്ഞാൽ അർത്ഥം റിയാക്ഷൻ ഫോർവേഡ് ഡയറക്ഷനിലേക്കും നടക്കുന്നില്ല, ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്കും നടക്കുന്നില്ല. മീൻസ് the reaction അല്ലെങ്കിൽ the system is at equilibrium. സോ ഇക്വിലിബ്രിയത്തിൽ ഗിബ്സ് എനർജി ചേഞ്ച് ഉണ്ടാവില്ല. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് നമ്മൾ പറഞ്ഞത്. ഒന്നുകൂടി പറഞ്ഞാട്ട്, ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ പ്രോസസ്സ് എപ്പോഴും സ്പോണ്ടേനിയസ് ആയിരിക്കും. ഡെൽറ്റ ജി 0 ആണെങ്കിൽ പ്രോസസ്സ് ഇക്വിലിബ്രിയത്തിലാണ് എന്നർത്ഥം. ഡെൽറ്റ ജി പോസിറ്റീവ് ആണോ, പ്രോസസ്സ് ഈസ് നോൺ സ്പോണ്ടേനിയസ്. ഇനി നമുക്ക് വ്യത്യസ്ത കണ്ടീഷനിൽ എൻട്രോപ്പി കൂടുമ്പോഴും കുറയുമ്പോഴും എൻതാൽപ്പി കൂടുമ്പോഴും കുറയുമ്പോഴും ഒക്കെ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണോ അല്ലേ എന്നുള്ളത് പറയാൻ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗപ്പെടുത്താൻ മതിയെന്ന് പറഞ്ഞല്ലോ. അത് എപ്പോഴാണെന്ന് നോക്കോ. നമ്മളൊരു പ്രോസസ്സ് കൺസിഡർ ചെയ്യുന്നു. ആ പ്രോസസ്സിൻ്റെ എൻട്രോപ്പി കൂടി എൻതാൽപ്പി കുറഞ്ഞു. ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സിസ്റ്റത്തിൻ്റെ ടെൻഡൻസി എനർജി കുറയുക, എൻട്രോപ്പി കൂടുതലാണ്. ഇത് രണ്ടും സംഭവിച്ചാൽ ഇറ്റ് ഈസ് വെരി ഹാപ്പി, ഓൾവേസ് സ്പോണ്ടേനിയസ് ആയിരിക്കും. അതെങ്ങനെയാണ്? ഇങ്ങോട്ട് നോക്കിക്കോ. ആസ് പെർ ദിസ് നമുക്ക് എന്താ ഉള്ളത്? ഡെൽറ്റ ജി ഈക്വൽസ് ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവാണ് അല്ലേ? ഡെൽറ്റ എസ് പോസിറ്റീവ് എന്താണ്? ഡെൽറ്റ എസ് പോസിറ്റീവും ഡെൽറ്റ എച്ച് നെഗറ്റീവും. സോ മൈനസ് ഓഫ് മൈനസ് വി വിൽ ഗെറ്റ് ഓൺലി നെഗറ്റീവ്. ഇത് എപ്പോഴും നെഗറ്റീവേ കിട്ടുള്ളൂ. സോ ദ പ്രോസസ് വിൽ ബി സ്പോണ്ടേനിയസ്. ദാറ്റ് ഈസ് സ്പോണ്ടേനിയസ് അറ്റ് ഓൾ ടെമ്പറേച്ചർ. ദാറ്റ് ഈസ് എവറി ടൈം ദാറ്റ് പ്രോസസ് വിൽ ബി സ്പോണ്ടേനിയസ്. ഇനി മറ്റൊരു കേസ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അഥവാ എൻട്രോപ്പി കൂടണമായിരുന്നു കുറഞ്ഞു, എനർജി കുറയണമായിരുന്നു കൂടി. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്. ഈ സാധനം നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. അപ്പോൾ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് വരുള്ളൂ. സോ എ പോസിറ്റീവ് പ്ലസ് പോസിറ്റീവ്, ദ വാല്യൂ വിൽ ഓൾവേസ് ബി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ദ റിയാക്ഷൻ വിൽ നെവർ സ്പോണ്ടേനിയസ്, നോൺ സ്പോണ്ടേനിയസ് അറ്റ് ഓൾ ടെമ്പറേച്ചേഴ്സ്. അപ്പോൾ രണ്ട് പ്രധാന അല്ലെങ്കിൽ രണ്ട് ഓപ്പോസിറ്റ് കാര്യം മനസ്സിലാക്കിയല്ലോ. എനർജി കുറയലും എൻട്രോപ്പി കൂടുതലുമാണ് പ്രോസസ്സ് ഫേവർ ചെയ്യണത് അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആക്കുന്നത്. അതാണ് ഈ പറഞ്ഞത് എപ്പോഴും സ്പോണ്ടേനിയസ് ആകും. ഇനി നേരെ തിരിച്ച് എനർജി കൂടുകയും എൻട്രോപ്പി കുറയുകയും ചെയ്തു, ഒരിക്കലും സ്പോണ്ടേനിയസ് ആവില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു ഓൾവേസ് സ്പോണ്ടേനിയസ്, നെവർ സ്പോണ്ടേനിയസ്. ഇനി നമുക്കുള്ളത് എന്തൊക്കെയാണ്? എനർജി കൂടി എൻട്രോപ്പിയും കൂടാം, അത് ദാറ്റ് ഈസ് രണ്ടും പോസിറ്റീവ്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ സ്പോണ്ടേനിയസ് ആവില്ല, ഇങ്ങോട്ട് നോക്കിയാൽ സ്പോണ്ടേനിയസ് ആകും അല്ലേ എന്ന് പറഞ്ഞാൽ ചില ടൈമിൽ സ്പോണ്ടേനിയസ് ആകും, ചില ടൈമിൽ സ്പോണ്ടേനിയസ് അല്ല. എപ്പോഴാണ് സ്പോണ്ടേനിയസ് ആവുക, എപ്പോഴാണ് സ്പോണ്ടേനിയസ് അല്ലാതിരിക്കുക? ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, രണ്ടും പോസിറ്റീവ് ആകുമ്പോൾ ടെമ്പറേച്ചറും പോസിറ്റീവ് ആകും, മീൻസ് ഹൈ ടെമ്പറേച്ചറിൽ സ്പോണ്ടേനിയസ് ആവും. അപ്പോൾ ഞാനത് കാണാതാണ്ട് പറഞ്ഞു തരാണ് ആദ്യം, പിന്നീട് വിശദീകരിക്കാം. ദ നെഗറ്റീവ് ദാറ്റ് ഈസ്
സ്പോണ്ടേനിയസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് രണ്ടും നെഗറ്റീവ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും കുറയുക ഇതും കുറയുക. ഇതിൽ ഇവിടം കൊണ്ട് അനുകൂലമാണ് ഇവിടം കൊണ്ട് പ്രതികൂലമാണെങ്കിലും സ്പോണ്ടേനിയസ് ആവാം. ഇതും സ്പോണ്ടേനിയസ് ആവാൻ കണ്ടീഷൻ ഉണ്ട്, ഇതും സ്പോണ്ടേനിയസ് ആവാം. അപ്പോൾ ഇത് എപ്പോഴാണ് സ്പോണ്ടേനിയസ് ആവുക? രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഹൈ ടെമ്പറേച്ചറിൽ, എങ്കിൽ രണ്ടും നെഗറ്റീവ് ആണെങ്കിലോ ലോ ടെമ്പറേച്ചറിൽ. സോ ഈ വാല്യൂ വിൽ ബി നെഗറ്റീവ്, ദാറ്റ് ഈസ് സ്പോണ്ടേനിയസ് അറ്റ് ലോ ടെമ്പറേച്ചർ. അപ്പോൾ ഇത് കാണാൻ പഠിക്കാനുള്ള രീതി കിട്ടിയോ? ഇത് നമുക്ക് അനുകൂലം എപ്പോഴും സ്പോണ്ടേനിയസ്, രണ്ടും പ്രതികൂലം ഒരിക്കലും സ്പോണ്ടേനിയസ് അല്ല. രണ്ടും പോസിറ്റീവ്, സോ ടെമ്പറേച്ചറും ഹൈ ആയിരിക്കുക. രണ്ടും നെഗറ്റീവ്, ടെമ്പറേച്ചറും കുറവായിരിക്കുക. ഇനി നിങ്ങൾ ഇതിലേക്ക് ആ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ യു വിൽ ഓട്ടോമാറ്റിക്കലി ഗെറ്റ് ആൻസർ. ഓക്കെ, ഫൈൻ. സോ ദിസ് ഈസ് അബൌട്ട് ഗിബ്സ് എനർജി ആൻഡ് സ്പോണ്ടേനിറ്റി. നെക്സ്റ്റ്, സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ചേഞ്ച് ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K. Also, relation between Gibbs energy change and E0. See, consider a reversible reaction. AA plus BB gives CC plus DD. ഇത് ഞാൻ റിവേഴ്സിബിൾ ഉദ്ദേശിച്ചത് ഇക്വിലിബ്രിയത്തിലെ റിവേഴ്സിബിൾ പ്രോസസ്സാണ്. എനിവേ നോക്കിക്കോ, രണ്ടും വ്യത്യാസം ഉണ്ടെന്നല്ല ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മൾ തെർമോഡൈനാമിക്സിൽ ഇക്വിലിബ്രിയം റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് മനസ്സിലാക്കുമ്പോൾ വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന പ്രോസസ്സ് എന്നൊരു മീനിങ് ആണ് നിങ്ങൾ മനസ്സിൽ വരേണ്ടത്. ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫോർവേഡ് ഡയറക്ഷനിലേക്കും ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്കും നടക്കുന്ന റിയാക്ഷൻ എന്ന മീനിങ് ഉണ്ടായിരുന്നാൽ മതി. ഫൈൻ. ഇതിൻ്റെ ഡെൽറ്റ ജി നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഡെൽറ്റ G0 പ്ലസ് 2.303 RT ലോഗ് Q എന്നാണെന്ന്. ഇനി ഈ പ്രോസസ്സ് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, അറ്റ് ഇക്വിലിബ്രിയം ആണെങ്കിൽ, ഐ ക്യാൻ റൈറ്റ് ഡെൽറ്റ G ഈക്വൽ 0, Q ഈക്വൽസ് K. ഇക്വിലിബ്രിയം ആകുമ്പോൾ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആയിട്ട് മാറും. കോഷ്യൻ റിയാക്ഷൻ കോഷ്യൻ്റ് K, റിയാക്ഷൻ കോഷ്യൻ്റ് Q ഈക്വൽസ് K അറ്റ് ഇക്വിലിബ്രിയം. ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഈ സാധനം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഡെൽറ്റ G0 ഈക്വൽസ് minus 2.303 RT log K എന്ന് എഴുതിക്കൂടെ? ഇതാണ് ഗിബ്സ് എനർജി, സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ചേഞ്ചും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും കൂടി ബന്ധപ്പെടുന്ന ഇക്വേഷൻ. ഇതേപോലെ നമുക്ക് വൺ മോർ ഇക്വേഷൻ റിലേറ്റിംഗ് വിത്ത് E0 ഉണ്ട്. നിങ്ങളത് എന്താ പറയുക, റിഡോക്സ് റിയാക്ഷനിൽ പഠിക്കും. -NF E0 സെൽ. മറക്കരുത്, ഈ ഇക്വേഷൻ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ അവിടെയാണ് ഇതിൻ്റെ ഉപയോഗം വരിക. ഓക്കെ, ഫൈൻ. ഇവിടെ N എന്താണെന്നറിയാം, F എന്താ, ഫാരഡേ ആണെന്ന് നോക്കാം. നിങ്ങൾ ആ ഭാഗത്ത് മതി മനസ്സിലായിക്കോളും. ഇനി ഇവിടുത്തെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്, ഡെൽറ്റ G നെഗറ്റീവ് ആവുകയും K ഗ്രേറ്റർ ദാൻ 1 ആവുകയും E0 സെല്ല് പോസിറ്റീവ് ആവുകയും ചെയ്യുമ്പോഴാണ് പ്രോസസ് സ്പോണ്ടേനിയസ് ആവുക. ഫോർ എ പ്രോസസ് ടു ബി സ്പോണ്ടേനിയസ് ഇതാണ് കണ്ടീഷൻ. റൈറ്റ്? യെസ്. Enthalpy and entropy changes of a reaction are 40.63 kilojoule per mole and 108.8 joule Kelvin per mole. Predict the feasibility of the reaction. മക്കളെ, ഇതൊക്കെ നിങ്ങൾ ഒരു 2-3 പ്രോബ്ലം നിങ്ങളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ഒക്കെ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്ന് ഞാൻ ആദ്യം തന്നെ പറയട്ടെ. റൈറ്റ്? അപ്പോൾ അത് നിങ്ങൾ സ്വന്തമായിട്ട് പ്രോബ്ലം പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇതന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ടിലേക്ക് എഴുതിയെടുത്ത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന ഭാഗം കേട്ട് നോക്കുക. ഇനി ഞാൻ പറയുന്നത് സ്പീഡ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പീഡൊന്ന് കുറച്ച് കാണാം. സ്പീഡ് കുറവായി തോന്നുന്ന ആൾക്കാർക്ക് സ്പീഡ് കൂട്ടി കാണാം. അപ്പോൾ വീഡിയോ ആകുമ്പോൾ അങ്ങനെ അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം കേട്ടോ. ശരി. എൻതാൽപ്പി ദാറ്റ് ഈസ് ഡെൽറ്റ H ഈക്വൽസ് 40.63 × 10³ ജൂൾ പെർ മോൾ. കാരണം ഇവിടെ തന്നിട്ടുള്ളത് കിലോ ജൂളാണ്. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിലോ ജൂളിന് ജൂൾക്ക് മാറ്റാൻ പറ്റും. ആൻഡ് എൻട്രോപ്പി ചേഞ്ച് ഓഫ് എ പ്രോസസ് ആർ ഗിവൺ. എൻട്രോപ്പി ചേഞ്ച് 108.8 ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. ഓക്കെ. പ്രെഡിക്റ്റ് ദ ഫീസിബിലിറ്റി ഓഫ് ദ റിയാക്ഷൻ. നമ്മളോട് ചോദിക്കുന്നത് റിയാക്ഷൻ നടക്കുമോ ഇല്ലയോ, സ്പോണ്ടേനിയസ് ആണോ അല്ലേ എന്നുള്ളതാണ്. ഫീസിബിലിറ്റി എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിറ്റി. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡെൽറ്റ G കണ്ടുപിടിക്കുക. ഡെൽറ്റ G ഈക്വൽസ് നെഗറ്റീവ് കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം ദ റിയാക്ഷൻ ഈസ് ഫീസിബിൾ. ഡെൽറ്റ G പോസിറ്റീവ് ആണ് കിട്ടുകയാണെങ്കിൽ നോൺ ഫീസിബിൾ. ഡെൽറ്റ G 0 ആണ് കിട്ടുന്നതെങ്കിൽ ഇതിപ്പോൾ ഇക്വിലിബ്രിയത്തിലാണ്, ഫീസിബിൾ അല്ല എന്ന് പറയാം. റൈറ്റ്? Okay, then what is the equation we have? Delta G equals delta H minus T delta S.
ഈ വാല്യൂസ് ഇക്വേഷനിൽ കൊടുത്തു നോക്കാം. ഡെൽറ്റ ജി ഈക്വൽസ് ഡെൽറ്റ എച്ച് എത്രയാണ്? 40.63 ഇൻറ്റു 10⁻³ മൈനസ് ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്, ദാറ്റ് ഈസ് 300 ഇൻറ്റു ഡെൽറ്റ എസ് എത്രയാണ് മക്കളെ? 108.8. ഓക്കെ അല്ലേ? ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക, നിങ്ങളിത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ദ ആൻസർ വിൽ ബി അറൗണ്ട് 7990 ജൂൾ എന്ന് കിട്ടും. ഈ വാല്യൂ പോസിറ്റീവ് ആയതുകൊണ്ട് ഡെൽറ്റ ജി ഈസ് പോസിറ്റീവ്, സോ ദ റിയാക്ഷൻ വിൽ ബി നോൺ സ്പോണ്ടേനിയസ് എന്ന് പറയാം. ഫീസിബിൾ ആണോ? നോ എന്ന ഉത്തരം കിട്ടി. ഒന്നും ചെല്ലോ, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. Delta H and delta S for the reaction Ag2O gives 2Ag plus half O2 are 30.56 kilojoule per mole and 66 joule Kelvin inverse mole inverse respectively. Calculate the temperature at which the reaction would be at equilibrium. Also predict the direction of the reaction above this temperature. Wow, super question, simple question. നോക്കാം. ആദ്യം തന്നിട്ടുള്ള ഇക്വേഷൻ എടുത്ത് എഴുതാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സി Ag2O reversible gives 2Ag plus half O2. ഓക്കെ അല്ലേ? ഇതിൻ്റെ വാല്യൂസ് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഡെൽറ്റ എച്ച് തന്നിട്ടുണ്ട്. ദ വാല്യൂ ഈസ് 30.56 ഇൻറ്റു 10⁻³ ജൂൾ പെർ മോൾ. ജൂൾ പെർ മോൾ. നിങ്ങളൊരു കാര്യം കണ്ടോ, ഈ ക്വസ്റ്റ്യനൊക്കെ ചെയ്യുമ്പോൾ എൻതാൽപ്പി കിലോ ജൂളിലും എൻട്രോപ്പി ജൂളിലുമാണ് തരിക. അവിടെ തന്നെ ഫസ്റ്റ് കറക്ഷൻ വരുത്തേണ്ടതുണ്ട്. ഇത് ജൂൾക്ക് മാറ്റണം, ഇത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ പ്രോബ്ലം എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുക. സോ സോൾവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ക്ലിയർ ചെയ്യണം. സിമിലർലി ഡെൽറ്റ എസ് തന്നിട്ടുണ്ടാകും 66 ജൂൾ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്. ഫൈൻ. ഇനി കാൽക്കുലേറ്റ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ റിയാക്ഷൻ വുഡ് ബി അറ്റ് ഇക്വിലിബ്രിയം. ഓഹോ, നമ്മളോട് ടി അറ്റ് ഇക്വിലിബ്രിയം എത്രയാണെന്നാണ് ചോദ്യം. സോ വാട്ട് വി ഹാവ് ഡെൽറ്റ ജി ഈക്വൽസ് ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. അറ്റ് ഇക്വിലിബ്രിയം നമ്മൾ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? അറ്റ് ഇക്വിലിബ്രിയം ഡെൽറ്റ ജി ഈക്വൽ 0. Then I can say that at equilibrium delta H equals T delta S. എന്ന് പറഞ്ഞാൽ again we can write T equals delta H by delta S എന്ന് പറഞ്ഞൂടെ? T equals delta H by delta S. delta H by delta S എന്ന് പറഞ്ഞൂടെ? T എന്താ ഡെൽറ്റ എച്ച്? ഇതാ ഈക്വൽസ് 30.56 into 10⁻³ divided by 66. By solving this, you will get a value of 463 Kelvin. നിങ്ങൾക്ക് കിട്ടുക 463 Kelvin എന്നാണ്. ദാറ്റ് മീൻസ് ഈ ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാകും. അപ്പോൾ ചോദ്യം എന്താണ്? അറ്റ് വാട്ട് കാൽക്കുലേറ്റ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ റിയാക്ഷൻ വുഡ് ബി അറ്റ് ഇക്വിലിബ്രിയം. റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിൽ എത്തുക 463 Kelvin എത്തുമ്പോഴാണ്. കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്, predict the feasibility of the reaction, direction of reaction above this temperature. ഈ ടെമ്പറേച്ചറിൻ്റെ മുകളിലുള്ള കണ്ടീഷൻ എന്താണെന്ന്. സോ ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, നടുവിൽ നിൽക്കുകയാണ്. ഇനി ആ ടെമ്പറേച്ചറിന് മുകളിലേക്ക് ഒന്നുകിൽ സ്പോണ്ടേനിയസ് ആകും, അല്ലെങ്കിൽ നോൺ സ്പോണ്ടേനിയസ് ആകും, അല്ലെങ്കിൽ അതിന് താഴേക്ക്. ഇങ്ങോട്ടൊക്കെ നമ്മളിപ്പോൾ ഒരു ഡാറ്റ ക്ലിയർ ചെയ്തില്ലേ? ഓക്കെ, ഇതാണിപ്പോൾ എന്ത് നോക്കിക്കോ. ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ടെമ്പറേച്ചറിൻ്റെ മുകളിലേക്കാകുമ്പോഴാണ് ഈ പ്രോസസ് സ്പോണ്ടേനിയസ് ആവുക. കണ്ട, അറ്റ് ഹൈ ടെമ്പറേച്ചർ ഫ്രം വേർ ഐ എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് ഈ ഹൈ? ഇക്വിലിബ്രിയത്തിനേക്കാളും ഹൈ ആണ് ഉദ്ദേശിച്ചത്. ഇക്വിലിബ്രിയത്തിൽ 0 ആണ്, അതിൻ്റെ മുകളിലേക്കുള്ള ടെമ്പറേച്ചർ. സോ അപ്പോൾ 100 ഡിഗ്രിയിൽ ഇക്വിലിബ്രിയം ആണെങ്കിൽ 100ൻ്റെ മുകളിൽ ഈ പ്രോസസ് സ്പോണ്ടേനിയസ് ആകും. നേരെ തിരിച്ച് ഇത് നോക്ക്, ഈ പ്രോസസ്സ് 100 ഡിഗ്രിയിലാണ് ഇക്വിലിബ്രിയം എങ്കിൽ അതിൻ്റെ ലോവിലാണ് എന്താവുക? സ്പോണ്ടേനിയസ് ആവുക. അപ്പോൾ നമുക്ക് ഈ രണ്ട് കാര്യം നോക്കിയിട്ടാണ് ഈ സാധനം നോക്കേണ്ടത്. ഒന്നുകൂടെ നോക്കിക്കോ. ഈ പ്രോസസ്സിൽ 463 കെൽവിനാണ് നമ്മുടെ ടെമ്പറേച്ചർ ഇക്വിലിബ്രിയത്തിൻ്റെ. ഇനി ഡെൽറ്റ എച്ച് വാല്യൂം ഡെൽറ്റ എസ് വാല്യൂയിലേക്ക് നോക്കാം. ഡെൽറ്റ എച്ച് വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവാണ്, ഡെൽറ്റ എസും പോസിറ്റീവാണ്. സോ സി
ഇവിടെ രണ്ടും പോസിറ്റീവാണ്. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഇക്വിലിബ്രിയം ടെമ്പറേച്ചറിന് മുകളിലേ സ്പോണ്ടേനിയസ് ആവുകയുള്ളൂ. സോ ഐ ക്യാൻ സേ ദാറ്റ് എബോ 463 കെൽവിൻ, എബോ 463 കെൽവിൻ ആണെങ്കിൽ the reaction will be spontaneous. The reaction becomes feasible അല്ലെങ്കിൽ will be spontaneous. ചോദ്യം predict അതെ will be spontaneous. Spontaneous ആയിരിക്കും. കാര്യം മനസ്സിലായ? ആ ടെമ്പറേച്ചർ ഇക്വിലിബ്രിയത്തിലുള്ള ടെമ്പറേച്ചറാണ്. രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് ഈ ടെമ്പറേച്ചറിന് മുകളിലേക്ക് സ്പോണ്ടേനിയസ് ആയിരിക്കും, ആ ടെമ്പറേച്ചറിൻ്റെ താഴേക്ക് നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും, ആ ടെമ്പറേച്ചറിൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഫൈൻ. സോ ലെറ്റ് us see the next question. That is, for the reaction PCl5 gives PCl3 plus Cl2. The equilibrium constant K equals 1.8 into 10 raised to minus 7 at 298 Kelvin. Calculate the standard Gibbs energy change for the reaction. Very interesting question. Gibbs energy change delta G0 ആണ് ചോദിച്ചിട്ടുള്ളത്. ഓർക്കുന്നുണ്ടോ? മൈനസ് 2.303 RT log K ചെയ്താൽ മതി. അതിലിപ്പോൾ R അറിയാം 8.314, T അറിയാം 298, K അറിയാം. ഇതാ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾ കണ്ടെത്തൂലെ ഉത്തരം, സമയം കളയേണ്ടതില്ല. അടുത്തത് if delta G equals 177 kilocalorie for this reaction, delta G equals minus 19 kilocalorie for this reaction, then what is the Gibbs energy of formation of Fe3O4? wow, നല്ല ചോദ്യമാണ്, നല്ല രസമുള്ള ചോദ്യമാണ്. ഇത് എൻതാൽപ്പിയിൽ ഈ ചോദ്യം വന്നാൽ എന്താണോ നിങ്ങൾ ചെയ്തത് അതേ മെത്തേഡ് തന്നെയാണ് ചെയ്യേണ്ടത്. അഥവാ തന്നിട്ടുള്ള ഇക്വേഷൻ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് വേണ്ട റിക്വയർഡ് ഇക്വേഷൻ ഉണ്ടാക്കുക. എന്നിട്ട് ഗിബ്സ് എനർജി റിയാക്ഷനിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്, ഡിവൈഡ് ചെയ്യാനോ ആഡ് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ ആ പ്രോസസ്സൊക്കെ ചെയ്തിട്ട് അതിൽ നിന്നും നമ്മൾ ഈ റിക്വയർഡ് ഇക്വേഷൻ ഉണ്ടാക്കുക. അപ്പോൾ എന്തൊക്കെ ചേഞ്ചാണോ ഗിബ്സ് എനർജിയിൽ കൊടുത്തത് ആ ചേഞ്ച് കൂട്ടിയിട്ടും കുറച്ചിട്ടും ഉത്തരം പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ദ ഫൈനൽ ഗിബ്സ് എനർജി ചേഞ്ച്. ഒന്നുകൂടി ഞാൻ പറയട്ടെ. സി ദ റിക്വയർഡ് ഇക്വേഷൻ ഈസ് 3Fe plus 2O2 ഗീവ്സ് Fe3O4. ഇത് ഞാൻ നിങ്ങൾക്ക് വർക്കാക്കി തരും. വെയിറ്റ്, സ്റ്റെപ്സ് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ സോൾവ് ചെയ്താൽ മതി. ഇതാണ് നമുക്ക് കിട്ടേണ്ട ഇക്വേഷൻ. നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ ഓരോന്നായിട്ട് പറഞ്ഞാട്ടെ. ഇക്വേഷൻ നമ്പർ 1 2Fe plus 3/2O2 gives Fe2O3 delta G equals minus 177 കിലോ കാലോറി. കുഴപ്പമില്ല, ഫൈനൽ ആൻസർ കിലോ കാലോറിയിലുണ്ട് ആയതുകൊണ്ട് നമുക്ക് കാലോറി ചേഞ്ച് ചെയ്തിട്ടില്ല. ഇനി അടുത്തത് 4Fe2O3 plus Fe gives 3Fe3O4 delta G equals minus 19. ഇനി ഇങ്ങോട്ട് നോക്കണേ മക്കളെ, നമ്മളെ സംബന്ധിച്ച് ഈ റിയാക്ഷൻ ഉണ്ടാകണം ഈ രണ്ട് റിയാക്ഷനിൽ നിന്നും. ഒരു കാര്യം ഉറപ്പാണ്, ഈ രണ്ട് റിയാക്ഷനും റിയാക്റ്റൻ്റ് സൈഡിൽ Fe ഉണ്ട്. സോ ആഡ് ചെയ്യുമ്പോൾ ഈ രണ്ട് Feയും ഒരു Feയും കൂടി 3 Fe ആയി. ഓക്കെ, അതേപോലെ ഈ Fe3 ഈ Fe2O3 Fe2O3 ക്യാൻസലായി പോകുന്നുണ്ട് കുറച്ച്. പക്ഷേ ഇവിടെ 4 ക്യാൻസലായി പോകണമെങ്കിൽ ഞാൻ ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അപ്പോഴേ ഇവിടെ 4 കിട്ടുള്ളൂ, ക്യാൻസലായി പോവുള്ളൂ. അങ്ങനെ വേണ്ട രീതിയിലുള്ള ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 3Fe plus 2O2 gives Fe3O4 കിട്ടണം. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങൾക്ക് വർക്കാണ്. എന്തൊക്കെ ചേഞ്ചസ് ആണ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തുക. അപ്പോൾ നിങ്ങൾ എന്തെല്ലാം ചേഞ്ചാണ് ചെയ്തത് അത് ഗിബ്സ് എനർജിയിലും അതേപോലെ ചെയ്യുക. ഫൈനലി അവയെല്ലാം കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ തരുന്ന സ്റ്റഡി മെറ്റീരിയൽ ഇത് സോൾവ് ചെയ്തിട്ടുണ്ടാവും, അത് നിങ്ങൾ നോക്കിയാൽ മതി. ഫൈൻ. ഓക്കെ, നെക്സ്റ്റ് വൺ മോർ ക്വസ്റ്റ്യൻ. Ka for acetic acid at 25 degrees Celsius is 1.754 into 10 raised to minus 5 at 50 degrees Celsius. എന്താണ് ചോദ്യം? CH3COOHൻ്റെ ഡിസോസിയേഷൻ പ്രോസസ്സ് ഇല്ലേ, ദാറ്റ് ഈസ് CH3COO മൈനസും H+ ആകുന്നു. ഇത് 25 ഡിഗ്രി സെൽഷ്യസിൽ നടക്കുമ്പോൾ അതിൻ്റെ Ka വാല്യൂ 1.754 into 10 raised to minus 5 ആണ് അത്രേ. അതേ സ്ഥാനത്ത് അറ്റ് 25 ഡിഗ്രി സെൽഷ്യസിൽ, അതേ സ്ഥാനത്ത് അറ്റ് 50 ഡിഗ്രി സെൽഷ്യസിൽ എന്താണ് വാല്യൂ?
1.633 into 10 raised to minus 5 ആണ്. What are delta H standard and delta S standard for the ionization of acetic acid? വല്ലാത്ത ചോദ്യമായി പോയല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ കാണുക നോക്കിക്കോ. We have delta G standard equals minus 2.303 RT log K എന്ന വാല്യൂ ഉണ്ടല്ലോ, ഉണ്ട്. ഇതിൽ ഈ ടെമ്പറേച്ചറിൽ ദാറ്റ് ഈസ് 273 പ്ലസ് 25 ദാറ്റ് ഈസ് 298 ആണ് കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ? ആ ടെമ്പറേച്ചറിൽ ഈ കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഡെൽറ്റ G0 വാല്യൂ കിട്ടും. അതേപോലെ തന്നെ ഞാൻ അതിനെ ഒന്നെടുത്തു. അടുത്ത ടെമ്പറേച്ചറിൽ ഈ വാല്യൂ ഇവിടെ പ്ലസ് 273 കൊടുത്തിട്ടുള്ള വാല്യൂവിൽ ഈ കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ഡെൽറ്റ G0 വാല്യൂ കിട്ടും. ഞാൻ അതിന് ഡെൽറ്റ G02 എന്നെടുത്തു. ഇനി ഈ രണ്ട് വാല്യൂ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മളോട് ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും കാണാൻ പറഞ്ഞിരിക്കുകയാണ്. എളുപ്പമാണ്. എന്താണ് ഡെൽറ്റ ജി ഈക്വൽസ് ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് അല്ലേ? സ്റ്റാൻഡേർഡ് ആണെങ്കിൽ എല്ലാവരും സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ, നോ പ്രോബ്ലം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ രണ്ട് കേസ് എടുക്കുകയാണേ. നല്ല ശ്രദ്ധിക്കണം, ഇവിടെ നല്ല ശ്രദ്ധിക്കണം. സി ഇതാ ഡെൽറ്റ G1 ഞാൻ കൊടുക്കട്ടെ. ഡെൽറ്റ G1 കൊടുക്കുമ്പോൾ T1 കൊടുക്കുക, ഈ ടെമ്പറേച്ചർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു വാല്യൂ കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് എങ്ങനെ ഇപ്പോൾ അത് വാല്യൂ കിട്ടാതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുക ഇതേപോലെ ഡെൽറ്റ G2 ഇതേപോലെ ചെയ്യുമ്പോൾ ഡെൽറ്റ എച്ച് മൈനസ് T2 ഡെൽറ്റ എസ് എന്ന് കിട്ടും. ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ട്രാക്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ എച്ചിൻ്റെ ടേം വെട്ടിപ്പോയിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഡെൽറ്റ എസിൻ്റെ വാല്യൂ കാണാം. കാരണം ഇത് രണ്ടും തന്നിട്ടുണ്ട്, ഇത് രണ്ടും ക്യാൻസലായിപ്പോയി, ഇത് രണ്ടും തന്നിട്ടുണ്ട്, ഡെൽറ്റ എസ് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. സോ ഡെൽറ്റ എസിൻ്റെ വാല്യൂ കിട്ടും. ആ ഡെൽറ്റ എസിൻ്റെ വാല്യൂ ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂയും കാണാൻ പറ്റും. കാര്യം മനസ്സിലായോ? ആദ്യം നമ്മൾ ഈ ടെമ്പറേച്ചറിലുള്ള ഡെൽറ്റ ജിയും ഈ ടെമ്പറേച്ചറിലുള്ള ഡെൽറ്റ ജിയും കണ്ടെത്തി. ആ ടെമ്പറേച്ചറിൽ ഡെൽറ്റ ജി വെച്ചിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഈ ടെമ്പറേച്ചറിൽ ഡെൽറ്റ ജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. രണ്ട് ഇക്വേഷനും സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തും ഡെൽറ്റ എച്ച് ഒഴിവായി പോവും. അവിടെ നമുക്ക് ഡെൽറ്റ എസിൻ്റെ വാല്യൂ കിട്ടും. ആ ഡെൽറ്റ എസിൻ്റെ വാല്യൂ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ കൊടുക്കുക. ഏതിൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഇപ്പോൾ കിട്ടിയ ദാറ്റ് ഈസ് ഈ ടെമ്പറേച്ചറിൽ കിട്ടിയ ഡെൽറ്റ ജി ഇവിടെ കൊടുത്തിട്ട് ചെയ്താൽ അവിടുത്തെ ഡെൽറ്റ എച്ച് കിട്ടും. ഇനി ഈ ടെമ്പറേച്ചർ കൊടുത്തിട്ട് ഈ ഡെൽറ്റ ജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും കിട്ടും. നമുക്ക് രണ്ടും ഒരേ ഉത്തരം തന്നെയാണ് കിട്ടുക, വ്യത്യാസം വരില്ല. സോ അങ്ങനെയാണ് ഡെൽറ്റ ജിയും ഡെൽറ്റ എച്ചും കാണുക. ഓക്കെ അല്ലേ? യെസ്, ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇത്തരം ടൈപ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. ഇനി നമ്മുടെ ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ നിങ്ങൾ NCERTൻ്റെ ബാക്കത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. ചാപ്റ്റർ ഏകദേശം അതിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ചും കൂടി പോയിന്റുകൾ ഏറെ ഉള്ളത് പറയുകയാണ്. സോ മക്കളെ, തെർമോഡൈനാമിക്സ് എന്ന ഈ ചാപ്റ്റർ നിങ്ങൾ ആദ്യം കേൾക്കുമ്പോൾ എന്തൊക്കെയോ ഐസോതെർമലും ഐസോബാറിക്കും കൂടി ആകെ കൺഫ്യൂഷൻ ആയിരിക്കും. വീഡിയോ ആവർത്തിച്ച് കേൾക്കുക, പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താ പറയുക, നമ്മൾ പ്രോബ്ലം വായിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഐസോതെർമൽ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ തലയിലേക്ക് ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്, ഡെൽറ്റ യു ദാറ്റ് ഈസ് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് 0 അങ്ങനെ കണ്ട് കത്തണം. അത് കത്തണമെങ്കിൽ 3-4 പ്രോബ്ലം നിങ്ങൾ ചെയ്താലേ പറ്റുള്ളൂ. പ്രോബ്ലത്തിൽ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂസ് കാണുമ്പോഴാണ് നിങ്ങൾക്കത് കിട്ടുക. സോ NCERTൻ്റെ ബാക്കിലെ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കുക. അതോടൊപ്പം നമ്മുടെ സ്റ്റഡി മെറ്റീരിയലുള്ള എല്ലാ പ്രോബ്ലം ചെയ്യുക. പോരാത്തതിന് ഞാൻ തന്ന ക്വസ്റ്റ്യൻ ബുക്കിലുള്ള സ്റ്റഡി മെറ്റീരിയലുള്ള ചോദ്യങ്ങളും കൂടെ നിങ്ങൾ ചെയ്യണം കേട്ടോ. ഫൈൻ. Some more fact about thermodynamics. First one, resonance energy can be calculated by using the equation resonance energy equals delta H observed minus delta H calculated. ഇത് നിങ്ങൾ ഓർഗാനിക്കിലും കെമിക്കൽ ബോണ്ടിങ്ങിലും പഠിക്കും. നമുക്ക് രണ്ട് സ്ട്രക്ചർ തന്നിട്ട് അല്ലെങ്കിൽ റെസൊനേറ്റിംഗ് സ്ട്രക്ചർ തന്നിട്ട് അതിൻ്റെ എക്സ്പെരിമെൻ്റൽ എൻതാൽപ്പി വാല്യൂ തന്നിട്ടുണ്ടായിരിക്കും. കാൽക്കുലേറ്റഡ് എൻതാൽപ്പി വാല്യൂ അതുമായിട്ടുള്ള ഡിഫറൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്നും റെസൊണൻസ് എനർജി കിട്ടും. ഓക്കെ, കൂടുതലായിട്ട് നിങ്ങൾ ആ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് എക്സാമ്പിൾ സഹിതം അവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടിക്കോളും. ഓക്കെ, ഡെൽറ്റ ദാറ്റ് ഈസ് എൻതാൽപ്പി ഓഫ് formation and Gibbs energy of formation for any element is taken as 0, but entropy of formation of any element is not equal to 0. That cannot be taken as 0. Then എൻട്രോപ്പി ഈസ് പോസിറ്റീവ് ഇൻ ഫോളോയിങ് കേസസ്. എപ്പോഴൊക്കെയാണ്? ഒരുപാട് കേസ് നമ്മൾ കണ്ടു. അതിന് പുറമെ ഹോമോന്യൂക്ലിയർ ചേഞ്ചസ് ടു ഹോമോന്യൂക്ലിയർ മോളിക്യൂള് ഹെറ്ററോന്യൂക്ലിയർ ആയി മാറുമ്പോൾ എൻട്രോപ്പി കൂടും. ഇതാണ്ട ഹോമോന്യൂക്ലിയർ ആയിട്ടുള്ള N2O2 ഇവിടെ 2 ആൾക്കാരുണ്ട്. അത് ഹെറ്ററോന്യൂക്ലിയർ ആയിട്ടുള്ള
രണ്ടാൾക്കാരായി മാറി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് രണ്ട് ഗ്യാസായി എൻട്രോപ്പി 0 എന്ന് ചിന്തിക്കുക. പക്ഷേ കുറച്ച് എൻട്രോപ്പി കൂടിയിട്ടുണ്ടാകും, ബിക്കോസ് ഹോമോ ന്യൂക്ലിയർ ഹെട്രോ ന്യൂക്ലിയറായി മാറിയതുകൊണ്ട്. പിന്നെ എഗ്ഗ് ബോയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതേപോലെ തന്നെ റബ്ബർ ബാൻഡ് സ്ട്രെച്ച് ചെയ്യുമ്പോൾ എൻട്രോപ്പി കൂടുകയാണ്. നമ്മൾ ചിന്തിക്കുക റബ്ബർ ബാൻഡ് സ്ട്രെച്ച് ചെയ്യുമ്പോൾ ടൈറ്റാകുമ്പോൾ എൻട്രോപ്പി കുറഞ്ഞു. അങ്ങനെയല്ല, അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന മാറ്റം മുഖേന എൻട്രോപ്പി കുറയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് H+ ഇൻ അക്വ സൊല്യൂഷൻ ഈസ് 0 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ വരേണ്ട പോയിൻ്റ് അല്ല, അടുത്തൊരു പോയിൻ്റ്. H+ പോലത്തെ കുറച്ച് ആൾക്കാർ ശരിക്കും ആക്ച്വലി ദിസ് ഈസ് നോട്ട് എ 0, ബട്ട് ഇറ്റ് ഈസ് ആർബിട്രറി ടേക്കൺ ആസ് 0. നമുക്കൊരു ഡെൽറ്റ എച്ചിനാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പോൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് H+ൻ്റെ വാല്യൂ നമ്മൾ 0 ആയിട്ടാണ് പരിഗണിക്കുന്നത്. അത് നിങ്ങളൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചോളൂ. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് H+ ഇൻ അക്വസ് സൊല്യൂഷൻ ഈസ് 0, റൈറ്റ്? നെക്സ്റ്റ്, 0th ലോ. 0th ലോ നമ്മളിതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 0th ലോ എന്താ? 0th ലോ, if two systems are in separately equilibrium with a third system, then these two systems are also in equilibrium with each other. അതിൻ്റെ അടിയിലൊരു പോയിൻ്റ് വന്നു ഇല്ലേ? ഇത്രേ ഉള്ളൂ കാര്യം. എനിക്ക് തരുന്ന മെറ്റീരിയൽ കൃത്യമായിട്ടുണ്ടാവും. നോക്കിക്കോ, എയും ബിയും ഇക്വിലിബ്രിയത്തിലാണ്, എയും സിയും ഇക്വിലിബ്രിയത്തിലാണ് എങ്കിൽ 0th ലോ പറയുന്നത് ബിയും സിയും ഇക്വിലിബ്രിയത്തിലായിരിക്കുന്ന. അത്ര അത്ഭുതമുള്ളത്. എയും ബിയും ഇക്വിലിബ്രിയത്തിലാണ്, എയും സിയും ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ബിയും സി ഇക്വിലിബ്രിയത്തിലായിരിക്കുമല്ലോ. അത്രേ ഉള്ളൂ. അതാണ് 0th ലോ പറയുന്നത്. അടുത്ത പോയിന്റ്, തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, വണ്ടർഫുൾ, ബൈ നേൺസ്റ്റ്. ഇറ്റ് ഈസ് നേൺസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയും. കണ്ടില്ല? തേർഡ് ലോ. ഓക്കെ. എൻട്രോപ്പി ഓഫ് എ പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ സോളിഡ്സ് അറ്റ് അബ്സല്യൂട്ട് 0 ഈസ് ടേക്കൺ ആസ് 0. പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ എൻട്രോപ്പി 0 കെൽവിനിൽ അഥവാ അബ്സല്യൂട്ട് 0യിൽ 0 ആയിട്ട് എടുക്കുന്നു. ദെൻ ഇനി മറ്റൊരു പോയിന്റ് ടു ബി നോട്ടഡ്, വർക്ക് ഇൻ ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. ഇവിടെ നല്ലോണം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾ ഫിസിക്സിലും കൂടെ ഉപയോഗപ്പെടുന്ന കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് ഗ്രാഫിക്കൽ പ്രോബ്ലംസ് ഒന്നും വല്ലാതെ ഉണ്ടാവാറില്ല, പക്ഷേ ഫിസിക്സിൽ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്നത് മതിയാവില്ല, എന്നാലും വേണ്ടില്ല. ഞാൻ വർക്ക് റിവേഴ്സിബിളും ഇറിവേഴ്സിബിളും കേസിലുള്ളത്, അതിൽ എവിടെയാണ് കൂടുതൽ വർക്ക് എന്നുള്ളതും ഞാൻ വിശദീകരിക്കുന്നത് കണ്ടോളൂ കേട്ടോ. നമ്മളെ സംബന്ധിച്ച് PV ഗ്രാഫാണ് ഇപ്പോൾ ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഗ്യാസ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം അതിൻ്റെ സ്റ്റേറ്റ് 1ൽ നിന്നും സ്റ്റേറ്റ് 2ലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതും കംപ്രസ് ചെയ്യുന്നതുമായിട്ടുള്ള 2 ഗ്രാഫാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. സ്ലോ ആയിട്ടാണ് എക്സ്പാൻഡ് ചെയ്യുന്നതെങ്കിൽ വോളിയം മെല്ലെ കൂടും, പ്രഷർ മെല്ലെ കുറയും. ദാറ്റ് മീൻസ് വെരി സ്ലോലി ഇൻഫിനൈറ്റ് സ്റ്റെപ്സ് എടുത്തിട്ട്, സോ ദാറ്റ് പ്രോസസ് ഐ ക്യാൻ റെപ്രസെൻറ്റ് ലൈക്ക് ദിസ്. സ്ലോലി സ്റ്റേറ്റ് 1ൽ നിന്നും സ്റ്റേറ്റ് 2ലേക്ക് പോയി. അപ്പോൾ ഈ പ്രോസസ്സിൽ ഉണ്ടായിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ദ കർവാണ്. ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗം എന്താണ്? ഇതിൻ്റെ വർക്കാണ്. കണ്ട, വർക്ക് ഡൺ ഇത്രയാണ്. എന്നാൽ ഇതേ പ്രോസസ്സ് ഫൈനൈറ്റ് സ്റ്റെപ്പിലാണ് നടന്നതെങ്കിൽ വളരെ സിസ്റ്റവും സറൗണ്ടിങ്സും കൂടെ നല്ല പ്രഷർ വേരിയേഷനുള്ള ഒരു കേസ് നിങ്ങൾക്ക് പരിഗണിച്ചാൽ മതി. നമ്മൾ സാധാരണ പറയാറുള്ള പോലെ. സോ പെട്ടെന്ന് പ്രഷർ കുറയും, പെട്ടെന്ന് വോളിയം കൂടും. ഇത് ഗ്രാജുവൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യണത്. എന്നാൽ ഇത് ഒറ്റടിക്ക്, ദാറ്റ് ഈസ് ഇറിവേഴ്സിബിളി ഫൈനൈറ്റ് സ്റ്റെപ്പിൽ നടക്കുമ്പോൾ ഒറ്റടിക്ക് അങ്ങോട്ട് കുറഞ്ഞിട്ട്, എന്തത് ഇങ്ങനെ കുറയണം? ഒറ്റടിക്ക് ഒറ്റടിക്ക് അങ്ങോട്ട് കുറയാണ്. സോ ഏരിയ അണ്ടർ ദിസ് കർവ് എന്ന് പറയുന്നത് ഇത്രയും ഭാഗമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡൺ ഈ കേസിൽ മറ്റേ കേസിനേക്കാൾ കുറവാണ്. സോ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റി, വർക്ക് ഡൺ റിവേഴ്സിബിൾ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് വർക്ക് ഡൺ ഇറിവേഴ്സിബിൾ എക്സ്പാൻഷനേക്കാൾ കൂടുതലാണ്. ഇതിപ്പോൾ ഞാൻ എക്സ്പാൻഷൻ്റെ കേസാണ് എടുത്തത്. ഇനി കംപ്രഷൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ വോളിയം കുറയണം അല്ലേ? അപ്പോൾ സ്റ്റേറ്റ് 1 ഇതാണ്, സ്റ്റേറ്റ് 2 ഇതാണ്. സ്റ്റേറ്റ് 1ൽ നിന്നും സ്റ്റേറ്റ് 2ലേക്ക് പെട്ടെന്നാണ് കംപ്രസ് ചെയ്യും. പെട്ടെന്നല്ല, വളരെ സ്ലോ ആയിട്ട് ഗ്രാജുവലായിട്ട് വോളിയം കുറഞ്ഞ് അങ്ങനെയാണ് പോവുക. അതുകൊണ്ട് നമുക്കതിങ്ങനെ കാണിക്കാം. എന്നാൽ ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ അവിടെ സംഭവിക്കൽ, ഇപ്പോൾ സ്റ്റേറ്റ് 1 ഇതും 2 അതുമല്ലേ, 1 2 സ്റ്റേറ്റ് 1ൽ നിന്നും പ്രഷർ പെട്ടെന്ന് അങ്ങോട്ട് കൂടും, വോളിയം പെട്ടെന്ന് അങ്ങോട്ട് കുറയും. സോ അതിൻ്റെ ഗ്രാഫ് ഇതാണ്.
ഞാൻ ഇവിടുത്തെ റിവേഴ്സിബിൾ കംപ്രഷൻ്റെ ഏരിയ കാണുകയാണെങ്കിൽ ഇത്രയും ഭാഗമാണ് ഏരിയ ഉണ്ടാവുക. റിവേഴ്സിബിൾ കംപ്രഷൻ്റെ ഏരിയ കാണുമ്പോൾ ഇത്രയും ഭാഗമാണ് ഏരിയ ഉണ്ടാവുക. ഓക്കെ, അതേ സ്ഥാനത്ത് ഇറിവേഴ്സിബിളിൻ്റെതാണ് കാണുന്നതെങ്കിൽ ഈ ഭാഗം മുഴുവനും ഉണ്ടാവും, ഇത്രയും ഭാഗം മുഴുവനായിട്ടുണ്ടാവും. സോ ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് W റിവേഴ്സിബിൾ കംപ്രഷൻ ഈസ് ലെസ് ദാൻ W ഇറിവേഴ്സിബിൾ കംപ്രഷൻ. സാധാരണ നമുക്ക് ജനറലായിട്ട് ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇതാണ് പരിഗണിക്കേണ്ടത്, എക്സ്പാൻഷൻ പ്രോസസ്സാണ് പരിഗണിക്കേണ്ടത്. അപ്പോൾ റിവേഴ്സിബിളിനായിരിക്കും കൂടുതലുണ്ടാവുക. അതേ സ്ഥാനത്ത് കംപ്രഷൻ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇറിവേഴ്സിബിളിലാണ് കൂടുതലുണ്ടാവുക എന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം കേട്ടോ. ഇതോടെ നമ്മുടെ ചാപ്റ്റർ തീരുകയാണ്. വളരെ രസകരമായ, ഭയങ്കര ടഫാണെന്ന് തോന്നിക്കുന്ന ചാപ്റ്റർ ആണെങ്കിലും നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകും വല്ലാതെ നമ്മളെ കുഴക്കാത്ത ചാപ്റ്ററാണ്, എളുപ്പമുള്ള ചാപ്റ്ററാണ്. കുറച്ച് കൺസെപ്റ്റ് ഐസോതെർമൽ, ഐസോബാറിക്, അഡയാബാറ്റിക് അങ്ങനെയൊക്കെ പറയുമ്പോൾ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ തലയ്ക്ക് കത്തേണ്ട ഒരു താമസമുണ്ട്. അത് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടും. ഓക്കെ, സോ നന്നായി ചെയ്യുക. ഇനി MCQs ഒന്നുകിൽ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ലൈവിൽ. ഓക്കെ.